Hello friends, Malayali Medicos in the Pudir video like എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡുപ്പുറ്റൈറൻസ് കൺട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ കണ്ടീഷനെ പറ്റിയാണ്. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് കൂടിയാണ്. എന്താണ് ഡുപ്പുറ്റൈറൻസ് കൺട്രാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഡുപ്പുറ്റൈറൻസ് കൺട്രാക്ഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ എഫക്റ്റ് ചെയ്യുന്നത് പാമാർ അപ്പോന്യൂറോസിസിനെയാണ്. പാമാർ അപ്പോന്യൂറോസിസിൻ്റെ മീഡിയൽ പാർട്ടിൽ, അതായത് ഈ പാമാർ അപ്പോന്യൂറോസിസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫൈബ്രോസ് ടിഷ്യൂവിനെ കൊണ്ടാണ്. ഈ ഫൈബ്രോസ് ടിഷ്യൂവിന് ഫൈബ്രോസിസ് സംഭവിക്കുക. ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ ഫൈബ്രോസ് ടിഷ്യൂവിൻ്റെ ഇൻറ്റർസ്റ്റീഷ്യൽ ഇൻക്രീസ് ആണ്. ഇങ്ങനെ ഫൈബ്രോസ് ടിഷ്യൂൻ്റെ ഇൻക്രീസ് സംഭവിക്കുമ്പോൾ ഒരു ഗ്രാജുവലായിട്ടുള്ള തിക്കനിങ്ങും ടൈറ്റനിങ്ങും ഹാൻഡിൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പറഞ്ഞു ഇത് മീഡിയൽ പാർട്ടിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 4th and 5th ഫിംഗർ ആയിട്ടുള്ള റിംഗ് ആൻഡ് ലിറ്റിൽ ഫിംഗേഴ്സിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. മീഡിയൽ പാർട്ട് ഓഫ് പാമാർ അപ്പോന്യൂറോസിസ് അങ്ങനെ പ്രോഗ്രസീവായി തിക്കനിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു പെർമനൻറ്റ് കൺട്രാക്ചർ അതുവഴി ഒരു ഫ്ലെക്ഷണൽ ഡിഫോമിറ്റി ലിറ്റിൽ ഫിംഗറിനും റിംഗ് ഫിംഗറിനും ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഒരു ഫ്ലെക്ഷണൽ ഡിഫോമിറ്റി എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൽ ഫലഞ്ചസിനെ എഫക്റ്റ് ചെയ്യില്ല, പകരം പ്രോക്സിമൽ ഫലഞ്ചസും മിഡിൽ ഫലഞ്ചസും അക്യൂട്ട്ലി ഫ്ലെക്സ് ചെയ്യും. അതായത് ഈ ലിറ്റിൽ ഫിംഗറും റിംഗ് ഫിംഗറും വന്ന് പാമിലോട്ട് ബെൻഡ് ചെയ്യും. നമുക്ക് സ്റ്റേജസ് ഓഫ് ഡുപ്പുറ്റൈറൻസ് കൺട്രാക്ഷൻ നോക്കിയാൽ മനസ്സിലാവും. ആദ്യം ഒരു നോഡ്യൂൾ ഫോം ചെയ്യും, പിന്നെ അതൊരു കോഡ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ കോഡ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് തന്നെ ഫിംഗറിനെ പാമിലോട്ട് ബെൻഡ് ചെയ്യിക്കും. ഡുപ്പുറ്റൈറൻസ് കൺട്രാക്ഷൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മെയിനായിട്ട് ജെൻഡർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിലാണ് ഈ ക്ലിനിക്കൽ കണ്ടീഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഹെറിഡിറ്റി വഴി വരാം. ആൽക്കഹോൾ യൂസ് കൂടിയാൽ ഡുപ്പുറ്റൈറൻസ് കൺട്രാക്ഷൻ ഉണ്ടാകും. അതുപോലെ ചില മെഡിക്കൽ കണ്ടീഷനിൽ നമുക്ക് ഡുപ്പുറ്റൈറൻസ് കൺട്രാക്ഷൻ ചില ഭാഗമായിട്ട് കയറാം. അതായത് ഡയബറ്റിക് പേഷ്യൻറ്റിൽ, സീഷറുള്ള പേഷ്യൻറ്റിൽ, ഹെപ്പാറ്റിക് സെൽ ഫെയിലിയറുള്ള പേഷ്യൻസിലൊക്കെ ഡുപ്പുറ്റൈറൻസ് കൺട്രാക്ഷൻ കാണാൻ പറ്റും. ഏജും ഡുപ്പുറ്റൈറൻസ് കൺട്രാക്ഷൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റായി വരുന്നത് സർജിക്കൽ ഫേഷ്യക്ടമിയാണ്. അതായത് ഇത് സിവിയർ ആയി കഴിഞ്ഞാൽ ഫേഷ്യക്ടമി ചെയ്ത് ഈ ഫൈബ്രോസിസ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.